ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവർക്ക് ഇന്ത്യക്കകത്തായാലും പുറത്തായാലും കൃത്യമായ ശിക്ഷ നൽകുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു രീതിയായി മാറിയിട്ടില്ലേ? അതിൻ്റെ ഒരു തുടർച്ചയാണോ നാം ഗുജറാത്തിൽ ജയിലിൽ കണ്ടത്? സാധാരണക്കാരായ ജനങ്ങളെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ഭീകരവാദിക്ക് കൃത്യമായ മറുപടി നൽകാൻ അവിടെയുള്ള തടവുകാർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ ഒരു പൊതുബോധം തീവ്രവാദത്തിൻ്റെ വന്നു കഴിഞ്ഞു ഭാരതത്തിൽ എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സംഭവത്തെ കാണാം. ഈ അബ്ദുൽ ഖാദർ ജിലാനി എന്ന പ്രതിയെയാണ് കഴിഞ്ഞ ദിവസം സബർമതി സെൻട്രൽ ജയിലിൽ, അഹമ്മദാബാദിലെ സെൻട്രൽ ജയിലിൽ സഹതടവുകാർ ഇദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കിയത്. മുഖമൊക്കെ ഇടിച്ച് ലെവലാക്കി എന്നാണ് വാർത്തകൾ വരുന്നത്. അതിൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ജയിലൊക്കെ വെളിവിടില്ല. കാര്യം അവരുടെ സെക്യൂരിറ്റി ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പുറത്തു വരാൻ സാധ്യതയില്ല. പക്ഷേ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ജിലാനി ഇയാൾ തെലങ്കാന ഹൈദരാബാദ് സ്വദേശിയാണ്. ഇദ്ദേഹത്തോടൊപ്പം മറ്റു രണ്ടുപേരോട് ചേർന്നാണ് റൈസിൻ എന്ന് പറയുന്ന ഒരു കൊടും വിഷം ഇവർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. ആവണക്കിൻ്റെ കുരുവിൽ നിന്നും എണ്ണ എടുത്തതിന് ശേഷം വരുന്ന വേസ്റ്റിൽ നിന്നും വളരെ ശ്രമകരമായി മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ റൈസിൻ എന്നാണ് ഈ ശാസ്ത്രരംഗത്തുള്ളവർ പറയുന്നത്. വലിയ ക്ഷമയും അതുപോലെ ചെറിയ അളവിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെയധികം പ്രതിജ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ റൈസിൻ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ വർഷങ്ങളായിട്ട് ഇവർ ഇതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഈ റൈസിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ ആവണക്കെണ്ണ ഇതൊക്കെ പിന്നെ ആയുർവേദത്തിലൊക്കെ പല ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും ഈ റൈസിൻ എന്ന് പറയുന്ന സംഭവം കൊടും വിഷമാണ്. ഏതാണ്ട് ഈക്വൽ ടു സൈനൈഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അപകടകാരിയാണ് ഈ റൈസിൻ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അപ്പോൾ ഇത് ഈ നിറവും മണവും ഇല്ലാത്ത ഒരു ഐറ്റമാണ്. ഇതിനെ പൊടിയായിട്ടും ദ്രാവകമായിട്ടും ഉപയോഗിക്കാം. ഇത് വെള്ളത്തിൽ കലർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ ഒരു എലമെൻ്റ് വെള്ളത്തിൽ കലർത്തിയായിട്ട് ഒരിക്കലും തോന്നത്തില്ല. അപ്പോൾ ചെറിയ 1 മില്ലിഗ്രാമൊക്കെ മതി കുറേ ആളുകളെ കൊല്ലാനായിട്ട്, അത്രത്തോളം മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൈനൈഡ് പോലെ സഡൻ ഡെത്തല്ല ഉണ്ടാവുക, മറിച്ച് ഈ ശരീരത്തിന് വെപ്പറാളവും പിന്നെ ആന്തരികമായ രക്തസ്രാവവും അതുപോലെ തന്നെ പനി, ചുമ, ഛർദിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഏതാനും മിനിറ്റുകൾക്ക് ഇത് കൺസ്യൂം ചെയ്യുന്ന വ്യക്തി മരിക്കും. മാത്രമല്ല ഇത് ശ്വസിച്ചാലും പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഇത് ഉള്ളിൽ തന്നെ പോകണമെന്നില്ല, ഇത് ശ്വസിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ ഈ റൈസിൻ എന്ന് പറയുന്ന ഈ വിഷം ഇവർ കണ്ടുപിടിച്ചത് ഒരു ജൈവായുധം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ പല തന്ത്രങ്ങളും ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പയറ്റുകയാണ്. അത് സാറും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തീവ്രവാദികൾക്കെതിരെ ഒരു പൊതുബോധമുണ്ടായി. അതുപോലെ തന്നെ തീവ്രവാദികൾ, ഈ മതം തിന്ന് ജീവിക്കുന്നവർ നിരന്തരം ഈ ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയിലെ ജനങ്ങളെ കൊലപ്പെടുത്തുക എന്ന ഒറ്റ ചിന്തയിലേക്ക് ചുരുങ്ങിയോ? അങ്ങനെയാണല്ലോ. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെ ആളുകളെ കൊല്ലുക എന്നുള്ള മാത്രമല്ല ഒരു വിഷയം. ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപമുണ്ടാക്കി ഇന്ത്യയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇത് കേവലം കുറച്ച് ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെ കൊല്ലുക എന്നുള്ള മാത്രമല്ല, ഇവരുടെ ലക്ഷ്യം വളരെ വലുതാണ്. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാമല്ലോ, PFI കേരളത്തെ പ്രചരിപ്പിച്ചത് എന്താ? 2047 അവർ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കും ഇന്ത്യയിൽ എന്നാണ്. നരേന്ദ്രമോദി പറഞ്ഞ 2047 നമ്മൾ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാക്കി വികസിപ്പിക്കുന്നതാണ്. ഇത് ഈ 2 നയങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് പ്രാകൃത 6-ാം നൂറ്റാണ്ടിൻ്റെ ചിന്തയും മറ്റൊന്നെന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാനുള്ള ആഗ്രഹമാണ്. ഈ 2ൻ്റെ ഇടയ്ക്കാണ് ഇന്ത്യൻ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഏത് തള്ളണം ഏത് കൊള്ളണം ജനം സ്വാഭാവികം 2047 മോദിയുടെ പിന്നെ ആഹ്വാനം ആയിരിക്കും അവർ ഉൾക്കൊള്ളുക. ഇതിൻ്റെ ഇടയിൽ തടസ്സമായി വരുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യൻ സേന കൈകാര്യം ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ സേന അത് കൈകാര്യം ചെയ്യും, നമ്മുടെ സർക്കാർ കൈകാര്യം ചെയ്യും. ആ കൈകാര്യം ചെയ്യുന്ന ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഇൻ്റലിജൻസ് ഏജൻസി ഈ സംഭവം കണ്ടെത്തിയത്. ഒരു പക്ഷേ ഇത് കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ എത്ര ആയിരം ആളുകളായിരിക്കും കൊല്ലപ്പെടുക? മാത്രമല്ല ഇവരിതിന് ഉദ്ദേശിച്ചിരുന്നതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തിരക്കുള്ള ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലെ പ്രസാദത്തിൽ കലർത്തായിരുന്നു ഒരു പരിപാടി. രഹസ്യമായിട്ട് കയറി പ്രസാദത്തിൽ കലർത്തുക. അപ്പോൾ പ്രസാദത്തിൽ കലർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ പോയി ഭക്തർ ഈ പ്രസാദം വാങ്ങി കഴിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടായി മാസ് കില്ലിംഗ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആളുകൾ ഈ ക്ഷേത്രത്തിനെതിരെ തിരിയും, ക്ഷേത്രത്തിൻ്റെ അധികാരികൾക്കെതിരെ തിരിയും. അങ്ങനെ ഈ ഹിന്ദു സമാജത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് ഒരു പ്രശ്നം ഉണ്ടാക്കുക. ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. നമുക്കറിയാമല്ലോ, ബോംബെ സ്ഫോടനം നടത്തിയ പിന്നെ തീവ്രവാദിയും കയ്യിൽ ചരട് കെട്ടിയാണ് വന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അജ്മൽ കസബ് അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത്. മുമ്പ് ഇവർ AK-47 മുതലായ തോക്കുകളും ഇങ്ങനെയുള്ള സാധനം ഉപയോഗിച്ചിരുന്നെങ്കിൽ
അതൊക്കെ സുരക്ഷാ സേനയുടെ കയ്യിൽ പെഹൽഗാമും അതിന്റെ ഒരു മാതൃകയായിരുന്നല്ലോ, മതം ചോദിച്ച് കൊലപ്പെടുത്തുക, മതം ചോദിച്ച് മുണ്ടിരിഞ്ഞ് നോക്കി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അതിന്റെ വേറൊരു മാതൃകയായിരുന്നു. അപ്പോൾ ഈ സ്ഥിരം ഒരു മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ ആളുകളെ കൊല്ലാനുള്ളതിൽ ഇന്ത്യ അസ്ഥിരപ്പെടുത്തുന്നതിൽ പുതിയ പുതിയ രീതികൾ അവർ അവലംബിച്ച് വരികയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ് ഈ പറഞ്ഞ റൈസീൻ എന്ന് പറയുന്ന ഈ ജൈവായുധത്തിലേക്ക് ഇവരെ കൊണ്ട് എത്തിച്ചത്. ഇത് കൃത്യമായി നമ്മുടെ സുരക്ഷാ ഏജൻസികൾ, നമ്മൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ സുരക്ഷാ ഏജൻസികൾ കാണിക്കുന്ന അലർട്ട് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യുന്നില്ല. ആണ് ഇതിൻ്റെ ഏറ്റവും വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൽഹി സ്ഫോടനം നടന്നല്ലോ, 13 ആളുകളുടെ മരണത്തിന് ഡൽഹി സ്ഫോടനം നടന്നു. ഈ ഡൽഹി സ്ഫോടനം നടത്തിയ ടീമും ഈ പറഞ്ഞ ഈ ജിലാനിയുടെ ടീമും ഒക്കെ അവർക്ക് പരസ്പരം ബന്ധം ഉണ്ടാവും. ഇവരൊരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നവരല്ല, ഇവരെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റഡ് ആണ്. എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ പറഞ്ഞതുപോലെ ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റൊന്ന്, അതാണ് ഒരു രീതി. 2-3 സ്ട്രാറ്റജി തയ്യാറാക്കി വയ്ക്കും, പ്ലാനുകൾ ഉണ്ടാവും. ഒന്ന് പോയാൽ മറ്റൊന്ന്, അത് പോയാൽ മറ്റൊന്ന് എന്നുള്ളതാണ്. അപ്പോൾ ഈ റൈസീൻ തയ്യാറാക്കിയ ഈ 3 പേര് എന്ന് പറയുന്നത് ഇവർ ISIS-ൽ ചേർന്നവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഈ പറഞ്ഞ ജിലാനി അടക്കമുള്ള ആളുകൾ. ഇപ്പോൾ ഈ ഉമർ നബിയൻ ടീമുകളൊക്കെ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന് വേണ്ടിയാണ്. പക്ഷേ ഈ സംഘടനകളുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഇന്ത്യയെ ഏത് വിധേനയും തകർക്കുക. നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുക, എന്നിട്ട് അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഇന്ത്യയെ നശിപ്പിക്കാനായാലും അവർ സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും ഇടതും ഇപ്പോഴും പറയുന്നത് സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത്. സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണ് ബോംബ് പൊട്ടിയെന്ന് പറയുന്നത്. സർക്കാർ യുവമാരെ പിടിച്ചതിനെ കുറിച്ച് അവർ ഒരു വാചകം ഈ കോൺഗ്രസ് പാർട്ടിയോ രാഹുൽ ഗാന്ധിയോ അനുകൂലിച്ച് പറഞ്ഞു. നമ്മുടെ സുരക്ഷാ ഏജൻസി ഈ പറഞ്ഞ വലിയ ജൈവായുധമായിട്ട് യുവമാരെ പിടിച്ചതിൻ്റെ അനുമോദിച്ച് ഒരു വാചകം പറയാൻ അവർ കഴിഞ്ഞു. മറുഭാഗത്ത് മറ്റൊരു കുറ്റം പറയണം സുരക്ഷാ ഏജൻസി. എന്നാലും തീവ്രവാദിയെ കുറ്റം പറയില്ല, അതാണ് അവരെ കരുതലെന്ന് പറയുന്നത്. തീവ്രവാദി ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ ഇത് ബോംബ് പൊട്ടിയത് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പറയില്ല. അങ്ങനെ ഈ പറഞ്ഞാൽ ഇനി പൊട്ടുമ്പോൾ ബംഗാൾ തെരഞ്ഞെടുപ്പായിരിക്കും പറയും തീർച്ചയായിട്ടും. ഓരോ അവർ അതാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ തടവുകാരാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തത്, അവർക്കവിടെ ഫ്രീ ആയിട്ട് കിട്ടി. ഇവ ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്യുന്നത് തടവുകാരനെ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും തടവുകാരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വരെ തോന്നി ഇവനൊക്കെ നമ്മുടെ സമൂഹത്തിന് വലിയ നാശമാണ് എന്ന് തോന്നിയുകൊണ്ടാണല്ലോ ഇവനെ കൈകാര്യം ചെയ്തത്. നാളെ ഇത് തെരുവുകളിലേക്ക് പടർന്നുണ്ടാകുകയില്ല. ഇവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. കാരണം ജനം ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് നന്നായി ജീവിക്കണം, സമാധാനം. ഞാനും എൻ്റെ കുടുംബവും എന്നെ ചുറ്റുപറ്റി നിൽക്കുന്നവരും നന്നാവണം, എൻ്റെ രാജ്യം നന്നാവണം, വരുന്ന തലമുറയ്ക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങളും. അതിനിടയിൽ ഈ മതത്തിന് വേണ്ടി ജീവിക്കുകയും മതത്തിന് വേണ്ടി ചാവുകയും അതിനുവേണ്ടി 10 പേരെ കൊല്ലുകയും ചെയ്യുന്ന ഈ പ്രത്യയശാസ്ത്രമുണ്ട്. അത് ഇന്ത്യ ഏതാണ്ട് തള്ളിക്കളഞ്ഞ. സ്വയം മരിച്ചാലും കുഴപ്പമില്ല, ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വയം മരിച്ചിരുന്നെങ്കിലല്ലേ ഇത് മറ്റുള്ളവരെ കൂടി ഇതിൽ അല്ല, മറ്റൊരു കൊന്നാലേ അവന് ഹൂറിയിലെടുത്ത് പോകാൻ പറ്റുള്ളൂ. അതാണല്ലോ ഇവരുടെ ഈ മതം പഠിപ്പിക്കുന്ന അതാണല്ലോ. നിങ്ങൾ കാഫിറുകളെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താം, ഹൂറിയിലെടുത്തെത്താം. അല്ലാതെ ഈ ആത്മഹത്യ ഇതിൽ ഹറാമാണ് കേട്ടോ, ഇസ്ലാമിൽ ആത്മഹത്യ ഹറാമാണ്. പക്ഷേ അവർ ആത്മഹത്യയെ അനുകൂലിക്കുന്ന എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ കാഫിറുകളെ കൊല്ലാൻ വേണ്ടിയുള്ള പർപ്പസിനാണ് എങ്കിൽ അത് ദിവ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളാണ് ഈ പറഞ്ഞ ചെറുപ്പക്കാരെ നയിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ തെരുവിൽ തീവ്രവാദികളെ ജനം കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ്. അതാണ് സബർമതി ജയിലിലെ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.